ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് ഇറാനിലേക്കാണ്. കാരണം ഒരു ഭരണാധികാരിക്ക് അമേരിക്കൻ ഭരണാധികാരിക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ട്രംപിന് കുറച്ച് ദിവസങ്ങളായി ലെവലില്ലാതെ ആയിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. അദ്ദേഹം ഇസ്രയേലിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇറാനിൽ യുദ്ധം ആരംഭിച്ചിട്ട് എക്കാലത്തെയും പോലെ അവസാനിപ്പിക്കാൻ പറ്റാത്ത വളരെ വലിയ മനോവിഷമത്തിലാണ്. അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നു എന്ന് ലോകത്തെ എല്ലാ അനലിസ്റ്റുകളും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ കൂടെ ഇത്തരത്തിൽ എടുത്തു ചാടി ഒരു ആക്രമണത്തിലേക്ക് അദ്ദേഹം കടന്നു? എപ്പോഴാണ് ആക്രമണത്തിലേക്ക് കടന്നത്? ഇറാനുമായി നയതന്ത്രപരമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കെയാണ് ഇത്തരത്തിൽ അകാരണമായി എന്നോണം ആ ചർച്ച ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഒരു കരാറിലേക്ക് എത്തുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് ടേബിളിലേക്കെന്നോണം ഒരു ആക്രമണം അയച്ചു വിട്ടുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയെ തന്നെ വധിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു യുദ്ധത്തിന് ഈ ഫെബ്രുവരി 28 തുടക്കം കുറിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷവും ഇത്തരത്തിലൊരു ആക്രമണവുമായി ഇരുവിഭാഗവും രംഗത്ത് വന്നെങ്കിലും ട്രംപ് 12 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രയേലിൽ അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തുകയും ഇസ്രയേലിന് വളരെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത ആ യുദ്ധത്തിൽ ഒരു പൊടുന്നനെ ട്രംപ് പറഞ്ഞു ഇരുവിഭാഗവും ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞ് ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഈ തവണ അമേരിക്കയും കൂടി ഇസ്രയേലിൻ്റെ കൂടെ കഴിഞ്ഞ തവണയത്തേക്കാൾ കൂടുതലായി ഈ യുദ്ധത്തിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പിന്മാറ്റത്തിന് അമേരിക്കക്ക് കഴിയില്ല. ഇറാൻ ഞങ്ങൾ പറയുന്നതും പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു, ഒരു കരാറിലേക്ക് ഇറാൻ എത്തിയെന്ന് വരുത്തി തീർക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഇറാൻ വളരെ ശക്തമായി പറഞ്ഞ ഒരു വിഷയമുണ്ട്. ഈ യുദ്ധം തുടങ്ങിയത് അകാരണമായി നിങ്ങളാണ്, പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ യുദ്ധം കൊണ്ട് ഇറാന് ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ, ഇറാന് ലാഭമാകുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ അത്തരത്തിലാണ് ചരടു വലിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്നും ഇറാന്റെ ഡിമാൻഡുകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇതാ ഈ അല്പസമയത്തിനകം, അതായത് ഇന്ത്യൻ സമയം ഏകദേശം 5:20 5:30 ട്രംപ് കൊടുത്ത അന്ത്യശാസനം അവസാനിക്കാൻ പോകുകയാണ്. അമേരിക്കൻ സമയം ചൊവ്വാഴ്ച രാത്രി 8 മണിയോടുകൂടെ ഇറാനെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്ന, വർഷങ്ങൾ പിന്നോട്ടടിക്കുന്ന ആക്രമണം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം അവസാനമായി ട്രംപിന്റെ ഭീഷണി. ആ ഭീഷണിയുടെ സമയം ഇതാ എത്താൻ പോവുകയാണ്. ഇനി ട്രംപ് എന്ത് പ്രവർത്തിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇദ്ദേഹത്തിന് ലെവല് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അമേരിക്കൻ ജനതക്ക് പോലും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. കാരണം കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടു എന്നും ഇറാൻ ഒരു കരാർ ആഗ്രഹിക്കുന്നു എന്നും ചർച്ചയ്ക്ക് വേണ്ടി അവർ നിർബന്ധിക്കുന്നു എന്നുമുള്ള മറ്റു ചില വിഷയങ്ങളാണ്. പക്ഷേ അപ്പോഴൊക്കെയും ഈ ഒരു നിമിഷം വരെ ഇറാൻ പറയുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഞങ്ങൾ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഇത്തരത്തിൽ ആക്രമണം അയച്ചുവിടുന്ന ഇസ്രയേലും അമേരിക്കയുമായി യാതൊരു ചർച്ചക്കും തയ്യാറല്ലെന്ന് വിവിധ തവണകളായി ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം അവസാനമായി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് അമേരിക്കയുമായി നേരിട്ട് ഒരു ചർച്ചക്കും ഞങ്ങൾ തയ്യാറല്ല, പക്ഷേ ഞങ്ങൾ നയതന്ത്രപരമായ മേഖലകൾക്ക് ഞങ്ങൾ അനുകൂലമാണ്, പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഇറാന്റെ മുന്നിലുള്ള നിലപാടെന്ന് പറയുന്നത്. ട്രംപ് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറക്കണമെന്നാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് അമേരിക്കയും ഇസ്രയേലിന്റെയും എനിമി രാജ്യങ്ങൾക്കും അവരുടെ കൂട്ടുരാജ്യങ്ങൾക്കും ഒരു രീതിയിലും ഞങ്ങൾ തുറന്നു കൊടുക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രവുമല്ല, അവരുടെ ഈ യുദ്ധത്തിൽ അവരുടെ കൂടെ ചേരുകയോ അനുകൂലമായി പ്രവർത്തിക്കുകയോ ചെയ്യാത്ത രാജ്യങ്ങൾ അതുവഴി കടന്നു പോകണമെങ്കിൽ ഗതാഗത ഫീസ് നൽകണം എന്ന ഒരു ഡിമാൻഡ് ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. അതുമാത്രവുമല്ല, ഈ ഒരു ഫീസിലൂടെ ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് പറ്റിയ നാശനഷ്ടങ്ങൾ ഞങ്ങൾ നികത്തും എന്ന് ഇറാൻ പറയുന്നു. അതുമാത്രവുമല്ല, ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഉപരോധം അമേരിക്ക ഏകപക്ഷീയമായി നിർത്തലാക്കണമെന്നും നീക്കം ചെയ്യണമെന്നും
ഇറാൻ ആവശ്യപ്പെടുകയാണ്. ഇനി ഞങ്ങളെങ്ങാനും ഞങ്ങളുടെ പാലങ്ങളെയും ബ്രിഡ്ജുകളെയും എയർപോർട്ടുകളെയും വൈദ്യുത സംവിധാനങ്ങളെയും ഒക്കെ ആക്രമിക്കുകയാണെങ്കിൽ മേഖലയിലുടനീളം മാത്രമല്ല ഈ മേഖലക്ക് അപ്പുറത്തേക്ക് കൂടി യുദ്ധത്തെ ഞങ്ങൾ വ്യാപിപ്പിക്കുമെന്ന വളരെ വലിയ ഭീഷണിയാണ് ഇറാനിയൻ സൈന്യം IRGCയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഭീഷണി അമേരിക്ക പരിഗണിക്കുക തന്നെ വേണം. കാരണം മേഖലയിലാകെയും അമേരിക്കൻ സഖ്യരാജ്യങ്ങളിലേക്ക് ദിവസങ്ങളായി ഏകദേശം ഇപ്പോൾ 39 ദിവസമാകുമ്പോൾ ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം UAEയിലേക്കും സൗദിയിലേക്കും കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും വിവിധ തവണകൾ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല പണ്ടത്തേതിൽ നിന്ന് വിഭിന്നമായി അവിടെയൊക്കെ പരിക്കേൽപ്പിക്കുന്ന രീതിയിലേക്ക് ആക്രമണങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇക്കഴിഞ്ഞ ദിവസം നിരവധി പരിക്കുകൾ UAEയിലും മറ്റു ഭാഗങ്ങളിലുമുണ്ട്. ഈ കുവൈത്തിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് 13 അമേരിക്കൻ സൈനികർക്ക് അവിടെ വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ മാത്രം പരിക്കു പറ്റി എന്നുള്ളതാണ്. ഇസ്രയേലിലേക്ക് ഇറാനും ഹിസ്ബുള്ളയും നിരന്തരം ഇക്കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തി. നമുക്കറിയാം ഈ ആക്രമണങ്ങളുടെയൊക്കെ കരുത്ത് ഇറാൻ വർദ്ധിപ്പിക്കുന്നതിന് നടുവിൽ സൈപ്രസിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള UK ബേസിലേക്ക് പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഇറാൻ ഈ യുദ്ധത്തിൽ ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ പറഞ്ഞ ഭീഷണിയെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. യൂറോപ്പിലേക്കും മറ്റുമൊക്കെ ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. പലപ്പോഴും ചില അനലിസ്റ്റുകൾ പറയുന്നത് യൂറോപ്പിനെ ആക്രമിക്കുവാൻ മാത്രം ഇറാന് ശേഷിയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് യുദ്ധത്തെ വ്യാപിപ്പിച്ച് കഴിഞ്ഞാൽ കാര്യം ട്രംപിന്റെ കയ്യിൽ നിൽക്കില്ല. ഒരുപക്ഷെ JD വാൻസും ട്രംപും ഒക്കെ പറയുന്നത് പ്രകാരമാണെങ്കിൽ ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കും ഇറാനിൽ എന്ന ഭീഷണി കൂടി ആ വാക്കുകൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇക്കഴിഞ്ഞ ദിവസം പറയുന്നത് നിങ്ങൾ ഏത് രീതിയിൽ ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാലും 14 ദശലക്ഷം ഇറാനികളും ഞങ്ങളും ഇതിനെ നേരിടുവാനും അതായത് മരണം വരിക്കുവാൻ വരെ ഞങ്ങൾ തയ്യാറാണ് എങ്കിലും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തുകയില്ല എന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള മനോധൈര്യത്തിന്റെ മുന്നിൽ, ഈ ഒരു ദാർഢ്യത്തിന് മുന്നിൽ, ഈ ഒരു മനക്കരുത്തിന് മുന്നിൽ ട്രംപും ഇസ്രയേലും പിടിച്ചു നിൽക്കാനാവാതെയായിരിക്കുന്നു. ഇസ്രയേലിലും കാര്യങ്ങൾ വ്യക്തമാണ്. ഇസ്രയേലിൽ ഏകദേശം 2-3 ആഴ്ചകളോളം യുദ്ധത്തെ അവർ സമാധാനപരമായി ബങ്കറിൽ ഒളിച്ചുകൊണ്ട് അവിടുത്തെ ജനത കണ്ടിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ജനത ടെല്ലവീവിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ട് നെതന്യാഹു ഭരണകൂടത്തിനെതിരെ ഈ യുദ്ധത്തിന് എതിരെ സമരം ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ മിസൈലുകളുടെ സൈറണുകൾ മുഴങ്ങുന്ന സമയത്ത് ഇവർ ടെല്ലവീവിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കേണ്ട ആവശ്യകതയാണ് പോലീസിന് മുന്നിൽ വലിയ ഭീഷണിയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈഫയിലും മറ്റും ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ബിൽഡിങ്ങുകൾ തകർന്നു പോവുകയും നിരവധി ആളുകൾ മരണം വരിക്കുകയും നിരവധി പരിക്കേൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ യുദ്ധത്തിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ ഇസ്രയേലിൽ നിന്നും ഉയരുന്നത്. ഇസ്രയേലി ഭരണകൂടത്തിനും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിനും അവരവരുടെ ജനങ്ങളിൽ നിന്ന് തന്നെ ഈ യുദ്ധത്തിനെതിരെ വളരെ വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരികയാണ്. ഏതെങ്കിലും രീതിയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. ഇറാൻ വഴങ്ങുന്നില്ല. ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന സമയങ്ങളിൽ ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി സമയം കഴിയുമ്പോൾ ഇറാനിൽ എന്താണ് പ്രവർത്തിക്കുക എന്ന്, ഇറാനിൽ അണുവായുധം പ്രവർത്തിച്ചു കളയുമോ, അദ്ദേഹത്തിന്റെ മനോവിഷമത്തിൽ നിന്ന് മറ്റെന്തൊക്കെ ആക്രമണങ്ങളാണ് അദ്ദേഹം നടത്തുക, അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ മേഖലയിലേക്ക് ഇറാൻ എത്തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളത് ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ മറ്റു മേഖലകളിലേക്കും ജോർദാനിലേക്കും മറ്റ് അമേരിക്കൻ സഖ്യരാജ്യങ്ങളിലേക്കുമൊക്കെ എത്തരത്തിലായിരിക്കും ഇറാൻ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണേണ്ടി വരും. ലോകം ഇറാനിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഒരുപക്ഷെ മുമ്പത്തെ പോലെ വീണ്ടും ട്രംപ് സമയം നീട്ടുമോ, ട്രംപ് നിരുപാധികം യുദ്ധത്തിൽ നിന്ന് പിന്മാറുമോ, ആക്രമണം അഴിച്ചുവിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കിക്കാണാം. തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.